പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രിയിൽ വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ കർത്താവ് രക്ഷകനുമായ യേശു ക്രിസ്തുവിന്റെ അതിവിശുദ്ധ നാമത്തിൽ സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ ബ്ലെസ്സിംഗ് ടുഡേ നൈറ്റിൽ സ്വദേശത്ത് വിദേശത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ലോകരാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇന്ന് രാത്രി ഈ ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുകയും വരും ദിനങ്ങളിൽ ഈ സന്ദേശം ശ്രവിക്കുകയും ഇത് അനേകർക്ക് അനുഗ്രഹപ്രദമാകത്തക്ക വിധത്തിൽ ഷെയർ ചെയ്യുകയും ചെയ്യുന്ന എല്ലാവർക്കും ഇരുന്നവനും ഇരിക്കുന്നവനും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ നിസ്തുലനായ യേശു കർത്താവിന്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനം. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം എല്ലാ നിലകളിലും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് രാത്രി ആമേൻ നമുക്ക് ഒരുമിച്ച് ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കാം. ആമേൻ. ഇന്ന് രാത്രി ആമേൻ സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും സകല ആരാധനയ്ക്കും യോഗ്യനായിരിക്കുന്ന കർത്താവ് മുഴു സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. ആമേൻ. എത്ര പേർക്ക് ആ ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവജനം ഇരു കരങ്ങളെ ചേർത്തടിച്ച് നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടാം. ഈ പകലിലും കാല് കല്ലിൽ തട്ടാതെ കാലിന്റെ വീഴ്ചയിൽ നിന്ന് കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ചവനായ കർത്താവിനെ നന്ദിയോടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ഞങ്ങൾക്ക് ആമേൻ സന്തോഷമുണ്ട്. ആമേൻ. ഈ ഭൂമിയിൽ ആമേൻ മാതാപിതാക്കളെ തന്ന ദൈവം, ഹല്ലേലൂയ, അവരില്ലായിരുന്നെങ്കിൽ ആമേൻ നമ്മളില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ആമേൻ ഞാൻ എന്ന വ്യക്തി ഈ ഭൂമിയിൽ ജയിക്കുവാൻ കാരണമായ ആമേൻ എൻ്റെ മാതാപിതാക്കൾ ആമേൻ അതേ ഉഭയസമ്മതം ചെയ്ത് ആമേൻ വിവാഹിതരായ ആമേൻ ദിവസമാണ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. 49 വർഷമായി ആമേൻ അവർ വിവാഹിതരായിട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ 48ാമത്തെ ആമേൻ വയസ്സിൽ ഇന്ന് രാത്രി എൻ്റെ മാതാപിതാക്കളോട് ഇരുന്ന് ഒരുമിച്ച് ആമേൻ കർത്താവിനെ ഉയർത്തുവാൻ ആയുസ്സും ആരോഗ്യവും ബലവും കൊടുത്ത കർത്താവിൻ്റെ ആ വലിയ വിശ്വസ്തതയ്ക്കായി കർത്താവിൻ്റെ ആ കരുണയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മാതാപിതാക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ആമേൻ. ആയുസ്സും ആരോഗ്യവും ബലവും കർത്താവ് കൊടുക്കട്ടെ. ആമേൻ. ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിപ്പാൻ തക്കവണ്ണം പിന്നെയും കർത്താവ് ബലപ്പെടുത്തട്ടെ. മക്കളെയും ആമേൻ അതേ മരുമക്കളെയും കൊച്ചുമക്കളെയും പേരമക്കളെയും ഒക്കെ കണ്ട് സന്തോഷിപ്പാൻ തക്കവണ്ണം ആമേൻ ആയുസ്സും ആരോഗ്യവും ബലവും കൊടുത്ത കർത്താവിന് ആമേൻ ഒരിക്കൽ കൂടെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മാതാപിതാക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ഹല്ലേലൂയ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ പ്രാർത്ഥനയോടായിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിപ്പാനിടയാകും. ഇന്ന് രാത്രി ഈ അനുഗ്രഹ രാത്രിയിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ടുവന്നത് ആമേൻ യാദർശികമല്ല. ആമേൻ. അതെ, ഒരുപക്ഷെ നിങ്ങൾ ഒരു ഉത്തരത്തിനായി കാത്തിരിക്കുകയായിരിക്കാം. ആമേൻ. ഒരു വാതിൽ തുറക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുകയായിരിക്കാം. ഒരു അത്ഭുതം ആമേൻ പ്രതീക്ഷിക്കുകയായിരിക്കാം. ഓർക്കുക, ദൈവം തുറക്കുന്ന വാതിൽ മനുഷ്യൻ അടയ്ക്കാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ഇന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 10ാം അധ്യായത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നു. ഹല്ലേലൂയ. കൊർന്നേല്യോസിന്റെ പ്രാർത്ഥന കേട്ട ദൈവം, പത്രോസിനെ ഒരുക്കിയ ദൈവം, പരിശുദ്ധാത്മാവിനെ അവന്റെ വീട്ടിലേക്ക് അയച്ച ദൈവം ആമേൻ ഇന്നും ജീവനോടെയുണ്ട്. ഈ രാത്രി ആമേൻ നിങ്ങളുടെ വീട്ടിലും അവൻ പ്രവർത്തിക്കും. അതുകൊണ്ട് ഹൃദയം തുറക്കൂ, പ്രാർത്ഥനയോടെ ഇരിക്കൂ. ആമേൻ. ഈ ലൈവ് മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കൂ. ആമേൻ. ഇപ്പോൾ നമുക്ക് ആരാധനയിലൂടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ.
സന്ദർശിക്കണേ പരിശുദ്ധാത്മാവാ നിറയ്ക്കണേ. പ്രാർത്ഥനയുടെ അഗ്നി ജ്വലിപ്പിക്കണേ കൃപയാൽ എന്നെ നടത്തണേ. കൊർന്നേല്യോസിൻ ഭവനത്തിൽ ഇറങ്ങി വന്ന ദൈവമേ, എൻ കുടുംബത്തിന്മേലും അനുഗ്രഹം ചൊരിയണമേ. അടഞ്ഞ വാതിൽ തുറക്കണമേ, കണ്ണുനീർ സന്തോഷമാക്കണമേ. യേശുവേ, നീയേ പ്രത്യാശ, നീയേ നിത്യജീവൻ. ഇന്ന് രാത്രി പ്രത്യാശയുള്ള ദൈവജനം ഒരിക്കൽ കൂടെ ആമേൻ ഹല്ലേലൂയ ആ കരങ്ങൾ അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ആമേൻ ജീവനോടെ ഇരുന്ന് ആമേൻ യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിപ്പാൻ തക്കവണ്ണം ഇന്ന് രാത്രിയിലും ആമേൻ നമുക്ക് ആയുസ്സും ആരോഗ്യവും ബലവും നൽകിയ കർത്താവിനെ ഇരു കരങ്ങളും അടിച്ച് നന്ദിയോടെ ഒരിക്കൽ കൂടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ ആമേൻ പ്രത്യാശ, ഹല്ലേലൂയ നീയേ എൻ നിത്യജീവൻ. ഹല്ലേലൂയ ആമേൻ. നമ്മുടെ കണ്ണുനീരിനെ സന്തോഷമാക്കുന്ന കർത്താവിനെ ഇന്ന് രാത്രി സ്തുതിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ ഒരിക്കൽ കൂടെ ആ കരമടിച്ച നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്നേഹതീരം പ്രയർ ഫാമിലി ബ്ലെസ്സിംഗ് ടുഡേ നൈറ്റിൽ 14/7/2026 ചൊവ്വാഴ്ച രാത്രി ആമേൻ ഹല്ലേലൂയ 2026 ആമേൻ അതെ 195 ദിവസം ആമേൻ നമുക്ക് ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവ സാന്നിധ്യം അനുഭവിപ്പാനും ദൈവം നടത്തിയ വിധങ്ങൾക്കൊത്തവണ്ണം നന്ദിയുള്ളവരായി ദൈവത്തെ സ്തുതിപ്പാനും ദൈവം ഒരുക്കിയ മുഖാന്തരങ്ങളെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ എല്ലാവരെയും ഒരിക്കൽ കൂടെ ആമേൻ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആമേൻ. ദൈവം തുറക്കുന്ന വാതിൽ മനുഷ്യന് അടയ്ക്കുവാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ അടുത്തിരിക്കുന്നവർ തമ്മിൽ, ദൈവം തുറക്കുന്ന വാതിൽ മനുഷ്യന് അടയ്ക്കുവാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഉറക്കത്തിലേക്ക് പ്രവേശിക്കുകയായിരിക്കും, ഒരുപക്ഷെ ആമേൻ യാത്രയിലായിരിക്കാം, ഒരുപക്ഷെ ഹോസ്പിറ്റലിലായിരിക്കാം, ആമേൻ ഒരുപക്ഷെ ഒറ്റയ്ക്കായിരിക്കുന്നവർ അവരുടെ ചങ്കത്ത് കൈവച്ച് പറ, ദൈവം തുറക്കുന്ന വാതിൽ മനുഷ്യന് അടയ്ക്കുവാൻ കഴിയുകയില്ല. അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ തട്ടി ഒന്ന് പറ, ആമേൻ ദൈവം തുറക്കുന്ന വാതിൽ മനുഷ്യൻ അടയ്ക്കുവാൻ കഴിയുകയില്ല. ഇന്ന് രാത്രിയിൽ നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം ആമേൻ 10-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 8 വരെയുള്ള വേദഭാഗമാണ്. ഹല്ലേലൂയ. എല്ലാ വാക്യങ്ങളും വായിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. ആമേൻ നിങ്ങൾ ആമേൻ അപ്പോസ്തല പ്രവൃത്തി തുടർമാനമായിട്ട് വായിക്കുക. ഇന്ന് രാത്രി ആമേൻ 10-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 8 വരെയുള്ള വേദഭാഗങ്ങൾ ശ്രദ്ധിക്കുക. ആമേൻ പ്രാരംഭത്തിൽ വായിച്ചാൽ കൈസരിൽ ഇത്താലിയ എന്ന പട്ടാളത്തിൽ കൊർന്നേല്യോസ് എന്ന പേരുള്ള ശതാധിപനുണ്ടായിരുന്നു. അവൻ ഭക്തനും തന്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. അവൻ പകൽ ഏകദേശം 9 മണി നേരത്തെ ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ അകത്ത് വരുന്നത് സ്പഷ്ടമായി കണ്ടു. കൊർന്നേല്യോസേ എന്ന് തന്നോട് പറയുന്നതും കേട്ടു. അവൻ അവനെ ഉറ്റുനോക്കി ഭയപരവശനായി. എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. അവൻ അവനോട്, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു.
യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശീമോനെ വരുത്തുക. ആമേൻ. അവൻ തോൽക്കൊല്ലനായ ശീമോൻ എന്നൊരുവനോടുകൂടെ പാർക്കുന്നു. അവന്റെ വീടും കടൽപ്പുറത്താകുന്നു എന്ന് പറഞ്ഞു. അവനോട് സംസാരിച്ച ദൂതൻ പോയ ശേഷം അവൻ തന്റെ വേലക്കാരിൽ 2 പേരെയും തന്റെ അടുക്കൽ അകമ്പടി നിൽക്കുന്നവരിൽ ദൈവഭക്തനായ ഒരു പടയാളിയെയും വിളിച്ചു. ആമേൻ. മതി. ദൈവത്തെ അന്വേഷിക്കുന്ന ഹൃദയം ഒരിക്കലും ആമേൻ അതെ വെറുതെ ആകില്ല. ഇന്ന് രാത്രി നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുന്നവരാകുന്നുവെങ്കിൽ ഹല്ലേലൂയ, ഒരിക്കലും ആമേൻ നിങ്ങളുടെ ജീവിതം ആമേൻ തകരുവാൻ ഇടയാകത്തില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, കഴിഞ്ഞ രാത്രി നാം ശൗലിന്റെ ജീവിതം എങ്ങനെ ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൽ മാറിയെന്ന് കണ്ടു. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ഒരു വലിയ ആമേൻ ഹല്ലേലൂയ വിഷയത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ആമേൻ. നമ്മെ മറ്റൊരു വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഹല്ലേലൂയ. അത് കൊർന്നല്യോസിന്റെ വീടാണ്. ഹല്ലേലൂയ. ഈ വീട്ടിൽ നമ്മൾ കാണുന്നത് ഒരു വലിയ ആത്മീയ സത്യമാണ്. ദൈവം ആമേൻ മനുഷ്യന്റെ പുറമേയുള്ള രൂപമല്ല നോക്കുന്നത്. നമ്മളൊക്കെ നോക്കുന്നത് മനുഷ്യന്റെ പുറമേ ആമേൻ ഹല്ലേലൂയ. എന്നാൽ ദൈവം മനുഷ്യന്റെ പുറം രൂപമല്ല നോക്കുന്നത്, അവന്റെ ഹൃദയമാണ് നോക്കുന്നത്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, കൊർന്നല്യോസ് ആരായിരുന്നു? വചനം പറയുന്നു അദ്ദേഹം ഒരു റോമൻ സൈന്യാധിപനായിരുന്നു. അവൻ യഹൂദനല്ല, ഇസ്രായേൽ ജനതയിൽ പെട്ടവനല്ല. എന്നാൽ അദ്ദേഹത്തെ കുറിച്ചൊരു മനോഹരമായ സാക്ഷ്യം ആമേൻ സത്യവേദ പുസ്തകത്തിനകത്ത് ആമേൻ പറയുന്നു. ആമേൻ അതെ, ഒരു മനോഹരമായ സാക്ഷ്യം. ആമേൻ അതെ, വചനം പറയുന്നു അദ്ദേഹം ദൈവത്തെ ഭയപ്പെട്ടവനായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തെ ഭയപ്പെടുന്നവരുണ്ടോ? ഹല്ലേലൂയ. അവരെ കുറിച്ച് ആമേൻ ദൈവം സാക്ഷ്യം പറയും. ഹല്ലേലൂയ. ആമേൻ. നാട്ടുകാരെ ഭയപ്പെടുന്നവരുണ്ട്, ആമേൻ ദേശക്കാരെ ഭയപ്പെടുന്നവരുണ്ട്, ആമേൻ ഹല്ലേലൂയ. ദൈവത്തെ ഭയപ്പെടുന്ന ആരുണ്ട്? അവരെ കുറിച്ച് സ്വർഗം സാക്ഷ്യം പറയും. ഹല്ലേലൂയ. ആമേൻ അതെ, തൻ്റെ കുടുംബത്തോടൊപ്പം പ്രാർത്ഥിച്ചവനായിരുന്നു. ദരിദ്രരെ സഹായിച്ചവനായിരുന്നു. എപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചവനായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പത്ത് പണമല്ല, ദൈവത്തെ അന്വേഷിക്കുന്ന ഹൃദയമാണ്. ഇന്ന് രാത്രി അങ്ങനെയുള്ള ഹൃദയം ആമേൻ ഉള്ളവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പത്ത് എന്തല്ല? പണമല്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ഹൃദയമാണ്. ആമേൻ. ഇന്ന് ലോകത്തിൽ എല്ലാവരും പണം അന്വേഷിച്ച് ഓടുകയാണ്. ആമേൻ. പണത്തിന്റെ പുറകെ ഓടുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ദൈവം പ്രാർത്ഥന കേൾക്കുന്നു. ഒരു ദിവസം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം ഒരു ദൂതനെ അയച്ചു. ആമേൻ. അതെ, ദൂതൻ പറഞ്ഞു, നിന്റെ പ്രാർത്ഥനകളും ദാനധർമ്മങ്ങളും ദൈവസന്നിധിയിൽ ആമേൻ സ്മരണയായി ഉയർന്നിരിക്കുന്നു. ഹല്ലേലൂയ. എത്ര ആശ്വാസമുള്ള വചനമാണിത്. ഹല്ലേലൂയ. ചിലപ്പോൾ നമുക്ക് തോന്നും, ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടുന്നില്ല. ഇന്ന് രാത്രി ആമേൻ അങ്ങനെ ചിന്തിക്കുന്ന ചിലര് ആമേൻ ഉണ്ട് എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഹല്ലേലൂയ. എന്നാൽ ഓർക്കുക, ദൈവം ഒരു പ്രാർത്ഥന പോലും മറക്കുകയില്ല. ആമേൻ. നാം മറന്നു പോകും, അല്ലെ? ഏത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് ഒരു പക്ഷെ നാം മറന്നു പോകും. പക്ഷെ ദൈവം എന്ത് ചെയ്യുന്നില്ല? മറക്കുകയില്ല. ഒരു പ്രാർത്ഥന പോലും മറക്കുകയില്ല. നാം മറന്നു പോകും, മറ്റുള്ളവർ മറന്നു പോകും, പക്ഷെ ദൈവം മറക്കുകയില്ല. ആമേൻ. ഓരോ കണ്ണുനീരിനും, ഓരോ നെടുവീർപ്പിനും, ഓരോ രാത്രിയിലെ പ്രാർത്ഥനയും അവന്റെ സന്നിധിയിൽ വിലപ്പെട്ടതാണ്. ഹല്ലേലൂയ. അവൻ ദൈവത്തിന്റെ സമയം ഒരിക്കലും വൈകുകയില്ല. അവൻ കൊർന്നല്യോസ് വർഷങ്ങളായി പ്രാർത്ഥിച്ചിരിക്കാം.
ഹല്ലേലൂയ. എന്നാൽ ആമേൻ മറുപടി ദൈവത്തിന്റെ സമയത്താണ് വന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചല്ലോ, ആമേൻ ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചിട്ട് ആമേൻ 48 വർഷമായിരിക്കുകയാണ്. ആമേൻ ഞാൻ ജനിക്കാൻ കാരണമായ 2 വ്യക്തിത്വങ്ങളുണ്ട്. ആമേൻ എൻ്റെ മാതാവും പിതാവും. ഹല്ലേലൂയ. ആമേൻ അവരൊന്നാകാൻ, ആമേൻ അവർ ഉഭയസമ്മതത്തിൽ ഒരുമിച്ച് ജീവിക്കുവാൻ ദൈവം ഒരു സമയം നിശ്ചയിച്ചിരുന്നു. ഹല്ലേലൂയ. ഇന്നേക്ക് 49 വർഷം മുമ്പ്, ഹല്ലേലൂയ, 2 ഒന്നാക്കി തീർത്ത ആ ദൈവത്തിന്റെ ആ വലിയ പ്രവൃത്തി, ഹല്ലേലൂയ, അത് മുഖാന്തരം ഞാനെന്ന വ്യക്തി ഈ ഭൂമിയിൽ ജനിപ്പാനിടയായി. ഹല്ലേലൂയ. ആമേൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിപ്പാൻ തക്കവണ്ണം എൻ്റെ മാതാപിതാക്കൾക്ക് കർത്താവ് കൃപ കൊടുത്തു. ആമേൻ നാളുകളായുള്ള അവരുടെ പ്രാർത്ഥനയുടെ മറുപടിയാണ് ഇന്ന് രാത്രി ആമേൻ ഈ ആമേൻ സ്ക്രീനിലൂടെ നിങ്ങൾ കേൾക്കുന്ന ശബ്ദം. ഹല്ലേലൂയ. നിങ്ങൾ കാണുന്ന ഈ രൂപം. ഹല്ലേലൂയ. അവര് ആമേൻ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഉണ്ടാകില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവരുണ്ടായത് കൊണ്ട്, ആമേൻ ഞാൻ അവർക്കുണ്ടായത് കൊണ്ട്, അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ട്, ആമേൻ ഇന്ന് രാത്രി എനിക്കും കുടുംബമായി ആമേൻ കർത്താവിനെ ഉയർത്തുവാൻ കർത്താവ് നൽകിയ കൃപയെ ഓർത്ത് ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ മക്കളെയും മക്കളുടെ മക്കളെയും കൊച്ചുമക്കളെയും കണ്ട് ദീർഘായുസ്സോടെ ആമേൻ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിപ്പാൻ ആമേൻ കൃപ ലഭിച്ച ആമേൻ ആ സന്തോഷം വർണ്ണനാധികമാണ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളും വർഷങ്ങളായി ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? നിരാശപ്പെടരുത്. ഒരുപക്ഷെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാകാം, ഒരുപക്ഷെ കൊച്ചുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാകാം, ഒരുപക്ഷെ ആമേൻ ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാകാം, ഒരുപക്ഷെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാകാം, ഒരുപക്ഷെ ആമേൻ ഏതെങ്കിലും വിഷയത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാകാം. ഹല്ലേലൂയ. നിരാശപ്പെടരുത്. ആമേൻ ദൈവത്തിന്റെ ഘടികാരം നമ്മുടെ ഘടികാരത്തെക്കാൾ കൃത്യമാണ്. ഹല്ലേലൂയ. അവൻ ആമേൻ വൈകുകയില്ല, അവൻ നേരത്തെ വരികയില്ല. അവൻ ഏറ്റവും അനുയോജ്യമായ സമയത്താണ് പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. അതേ അനുസരണമാണ് അനുഗ്രഹത്തിന്റെ വാതിൽ. ഹല്ലേലൂയ. ദൂതൻ പറഞ്ഞത് കേട്ട ഉടൻ അവൻ കൊർന്നല്യോസ് അവൻ തന്റെ ആളുകളെ യോപ്പയിലേക്ക് അയച്ചു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അദ്ദേഹം ആമേൻ താമസിച്ചില്ല. ഹല്ലേലൂയ. നാളെ ആകട്ടെ, മറ്റന്നാളാകട്ടെ, അല്ലെങ്കിൽ ആമേൻ എൻ്റെ പ്രശ്നമൊക്കെ ഒന്ന് പരിഹരിക്കപ്പെടട്ടെ, ആമേൻ എൻ്റെ ആമേൻ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടട്ടെ, എന്നിട്ടാകാം എന്നൊന്നും എന്ത് ചെയ്തില്ല, ചിന്തിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അത് കൊർന്നല്യോസ് തൻ്റെ ആളുകളെ യോപ്പയിലേക്ക് അയച്ചു. അദ്ദേഹം താമസിച്ചില്ല, സംശയിച്ചില്ല, ആമേൻ അനുസരിച്ചു. ഹല്ലേലൂയ. ദൈവമക്കളെ, അനുസരണം വിശ്വാസത്തിന്റെ തെളിവാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം പറയുന്നത് കേട്ടനുസരിക്കുന്ന ജീവിതത്തിലാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ഇന്ന് രാത്രി ദൈവശബ്ദം കേൾക്കുന്നവർ അത് അനുസരിക്കുവാൻ തയ്യാറായാൽ അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. വിശ്വസിക്കുന്നവർ ഇരു കരങ്ങളും അടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. അതെ, നമ്മുടെ വീടും കൊർന്നല്യോസിന്റെ വീടും ആകട്ടെ, ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ആമേൻ. നമ്മുടെ വീടുകളിൽ പ്രാർത്ഥനയുണ്ടോ? ഹല്ലേലൂയ. നമ്മുടെ മക്കൾ ദൈവവചനം കേൾക്കുന്നുണ്ടോ? നമ്മുടെ കുടുംബം ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിൽക്കുന്നുണ്ടോ? കൊർന്നല്യോസിന്റെ വീട് അനുഗ്രഹിക്കപ്പെട്ടത് അത് പ്രാർത്ഥനയുള്ള വീടായിരുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. ആമേൻ. എവിടെയെങ്കിലും ദൈവത്താൽ ഉയർത്തപ്പെടുന്ന ഒരു കുടുംബത്തെ കാണാൻ കഴിഞ്ഞാൽ ആമേൻ മനസ്സിലാക്കണം, അവർ ആമേൻ കുടുംബപരമായി, ആമേൻ വ്യക്തിപരമായി, ആമേൻ പ്രാർത്ഥിക്കുന്നവരും ദൈവവചനം ആമേൻ ധ്യാനിക്കുന്നവരും പഠിക്കുന്നവരും ദൈവത്തെ അനുസരിക്കുന്നവരുമായതുകൊണ്ടാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ,
ഇന്ന് രാത്രി ദൈവവചനം കേട്ട് മറുതലിക്കുന്നവരായിട്ടല്ല, ദൈവവചനം അനുസരിക്കുന്നവരായി, പ്രാർത്ഥിക്കുന്നവരായി, ആമേൻ, ദൈവവചനം ധ്യാനിക്കുന്നവരായി, ദൈവത്തെ ആരാധിക്കുന്നവരായി ആമേൻ മാറുന്നുവെങ്കിൽ ആമേൻ നീ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ഇന്നും പ്രാർത്ഥനയുള്ള വീടുകൾ അന്വേഷിക്കുന്നു. ഹൃദയസ്പർശിയായ ആമേൻ ദൈവം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഈ രാത്രി നിങ്ങളുടെ പ്രാർത്ഥന ചെറുതാണെന്ന് കരുതരുത്. നിങ്ങളുടെ കണ്ണുനീർ വെറുതെയാണെന്ന് ചിന്തിക്കരുത്. നിങ്ങളുടെ കാത്തിരിപ്പ് അവസാനമല്ല. ദൈവം കേൾക്കുന്നു. ആമേൻ. ദൈവം കാണുന്നു. ഹല്ലേലൂയ. ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി എത്ര പേർ ആമേൻ പറയും? ഹല്ലേലൂയ. എൻ്റെ പ്രാർത്ഥന അവൻ കേൾക്കുന്നുണ്ട്. അവൻ എൻ്റെ കണ്ണുനീർ അവൻ കാണുന്നുണ്ട്. അവൻ മൗനമായിരിക്കത്തില്ല. ആമേൻ. ഇന്ന് രാത്രി അവൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഇരു കരവും അടിച്ച് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ. കൊർന്നേല്യോസിന്റെ വീട്ടിലേക്ക് ദൈവം തന്റെ സന്ദേശം അയച്ചതുപോലെ ഈ രാത്രിയിൽ നിങ്ങളുടെ വീട്ടിലേക്കും അവൻ തന്റെ സമാധാനവും കൃപയും അയക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് വിശ്വാസം കൈവിടരുത്, പ്രാർത്ഥന നിർത്തരുത്, യേശു ക്രിസ്തുവിൽ പ്രത്യാശ നഷ്ടപ്പെടുത്തരുത്. കാരണം ദൈവം തുറക്കുന്ന വാതിൽ ഒരു മനുഷ്യനും അടയ്ക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ആമേൻ കരമടിച്ചു പ്രതികരിച്ചോ, ആമേൻ അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിച്ചോ. ഇന്ന് രാത്രി ആരും അടയ്ക്കാതെ കണ്ട് തുറക്കുന്ന സ്വർഗത്തിലെ ദൈവം കൊർന്നേല്യോസിന് വേണ്ടി മാത്രമല്ല, വിശ്വസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, അനുസരിക്കുന്ന നിനക്ക് വേണ്ടിയും പ്രവർത്തിക്കുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവം ഹൃദയത്തിന്റെ അതിരുകളെ തകർക്കും. എത്ര പേർക്ക് മനസ്സിലാകുന്നു? നമ്മുടെ ഹൃദയത്തിനകത്ത് ചില കാര്യങ്ങൾ ഇത്രയൊക്കെ നടക്കത്തുള്ളന്നേ, എൻ്റെ കുഞ്ഞ് ഇത്രയൊക്കെ ആകത്തുള്ളൂ, ആമേൻ, എൻ്റെ ജീവിതം ഇന്ന ലെവലിലൊക്കെ നമ്മുടെ ഹൃദയത്തിനകത്ത് പരിധി, ആമേൻ, അത് ലിമിറ്റേഷൻ, ഹല്ലേലൂയ, അതിരുകൾ, ആമേൻ. എന്നാൽ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 33 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ ദൈവം, ആമേൻ, ഒരേ സമയം 2 പേരെ ഒരുക്കുന്നു. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ട ദൈവമക്കളെ, കൊർന്നേല്യോസ് കൈസരിയിൽ പ്രാർത്ഥിക്കുകയാണ്. അതേ സമയം യോപ്പയിൽ പത്രോസും പ്രാർത്ഥിക്കുകയാണ്. നോക്കിക്കേ, ഹല്ലേലൂയ. ഒരേ സമയം ആമേൻ 2 പേരെ ദൈവം എന്ത് ചെയ്യുന്നു? ഒരുക്കുന്നു. ഇന്ന് രാത്രി ആമേൻ അതേ ദൈവം നിന്നെയും ആമേൻ മറുഭാഗത്ത് മറ്റൊരു വ്യക്തിയെയും ഒരുപോലെ ഒരുക്കുന്നവനാണ്. ഹല്ലേലൂയ. ആമേൻ. അതേ, ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? കൊർന്നേല്യോസിന് അറിയില്ല പത്രോസ് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്. ഹല്ലേലൂയ. പത്രോസിന് അറിയില്ല കൊർന്നേല്യോസ് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്. പക്ഷേ ദൈവത്തിന് 2 പേരെയും അറിയാം. ഇതാണ് ദൈവത്തിന്റെ പ്രവർത്തനം. ആമേൻ. നമുക്ക് കാണാൻ കഴിയാത്തതെല്ലാം ദൈവം ഒരുമിച്ച് ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ ഉത്തരം മറ്റൊരിടത്ത് ദൈവം ഒരുക്കുന്നുണ്ടാകാം. അതുകൊണ്ട് വിശ്വാസം കൈവിടരുത്. പത്രോസിന്റെ ദർശനം, പത്രോസ് വീടിന്റെ മുകളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവനൊരു ദർശനം ലഭിച്ചു. വലിയൊരു ആമേൻ, അതെ, ആമേൻ, തുമ്പട്ടി ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്നത് പോലെ. ഹല്ലേലൂയ. ആമേൻ. അതിൽ യഹൂദന്മാർ അശുദ്ധമെന്ന് കരുതിയ മൃഗങ്ങളും ഹല്ലേലൂയ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ആമേൻ ഒരു ശബ്ദം, പത്രോസേ എഴുന്നേറ്റ് അറുത്ത് ഭക്ഷിക്കാൻ. പത്രോസ് പറഞ്ഞു, കർത്താവേ, ഒരിക്കലും ആമേൻ അശുദ്ധമായത് ഞാൻ ഭക്ഷിച്ചിട്ടില്ല. വീണ്ടും ശബ്ദം, ദൈവം ശുദ്ധീകരിച്ചതിനെ നീ അശുദ്ധമെന്ന് പറയരുത്. ദൈവം ഭക്ഷണത്തെ കുറിച്ചല്ല സംസാരിച്ചത്. ആമേൻ. ഈ ദർശനം ഭക്ഷണത്തെ കുറിച്ചല്ല, മനുഷ്യരെ കുറിച്ചായിരുന്നു. ആമേൻ.
ആമേൻ. പത്രോസിന്റെ ഹൃദയത്തിൽ ആമേൻ ഒരു അതിരുണ്ടായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. എന്തായിരുന്നു ആ അതിര്? ഹല്ലേലൂയ. യഹൂദൻ, ഹല്ലേലൂയ, ജാതിക്കാരൻ എന്നുള്ള വേർതിരിവ് ആമേൻ ആ പത്രോസിനുണ്ടായിരുന്നു. ഹല്ലേലൂയ. ആ മതിൽ ദൈവം പൊളിച്ചു കളയുകയായിരുന്നു. ഇന്ന് രാത്രി ആമേൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമാണെന്ന് ആമേൻ പറയുകയോ ആമേൻ ഹൃദയത്തിനകത്ത് ഇതുപോലെ വേർതിരിവ് കാണിക്കുന്നവരും ഉലകത്തിലുണ്ട്. ആമേൻ. അതെ, പത്രോസിന്റെ ആ ഹൃദയത്തിന്റെ ചിന്താഗതിയെ പൊളിച്ചു കളഞ്ഞ കർത്താവ് ഇന്ന് രാത്രി ആമേൻ അങ്ങനെ ആയിരിക്കുന്ന ജീവിതത്തിന്റെ അകത്ത് നിന്ന് ആ അതിരുകളെ പൊളിക്കുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ഹൃദയത്തിലും മതിലുകൾ ഉണ്ടാകാം. ജാതിയുടെ മതിൽ, സമ്പത്തിന്റെ മതിൽ, വിദ്യാഭ്യാസത്തിന്റെ മതിൽ, ക്ഷമിക്കാത്ത മനസ്സിന്റെ മതിൽ. ക്രിസ്തു വന്നത് ഈ മതിലുകളെല്ലാം പൊളിക്കാനാണ്. ഹല്ലേലൂയ. ആമേൻ. കുരിശിന്റെ അടുക്കൽ എല്ലാവരും ഒരുപോലെയാണ്. ആമേൻ. പരിശുദ്ധാത്മാവ് നയിക്കുന്ന ജീവിതം. ഹല്ലേലൂയ. ആമേൻ. അതെ, ദർശനം അവസാനിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പത്രോസിനോട് പറഞ്ഞു, ആമേൻ, 3 പേർ നിന്നെ അന്വേഷിക്കുന്നു, അവരോടൊപ്പം പോകുക, സംശയിക്കരുത്. ഹല്ലേലൂയ. എത്ര മനോഹരമാണ് പ്രിയരെ. പരിശുദ്ധാത്മാവ് ആമേൻ വെളിപ്പെടുത്തുക മാത്രമല്ല, വഴി നടത്തുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ് ആവശ്യമാണ്. അവൻ പറയുന്ന ശബ്ദം കേൾക്കുവാൻ നാം പഠിക്കണം. ആമേൻ. അനുസരണം പുതിയ വാതിലുകൾ തുറക്കുന്നു. ഹല്ലേലൂയ. അതെ, പത്രോസ് തന്റെ പഴയ ചിന്തകളിൽ ഉറച്ചു നിന്നിരുന്നെങ്കിൽ ആമേൻ കൊർന്നല്യോസിന്റെ വീട്ടിൽ ഒരിക്കലും എത്തുമായിരുന്നില്ല. പക്ഷേ അവൻ അനുസരിച്ചു, അവൻ യാത്രയായി. ചില അനുഗ്രഹങ്ങൾ നാം ഒരു ചുവട് വെക്കുന്നത് വരെ തുറക്കുകയില്ല. ആമേൻ. ദൈവം വിളിക്കുമ്പോൾ നമ്മുടെ മറുപടി വൈകാൻ പാടില്ല. ഓ, കൊർന്നല്യോസിന്റെ വീട്ടിലെ കാഴ്ച. അവൻ പത്രോസ് അവിടെ എത്തിയപ്പോൾ കൊർന്നല്യോസ് ഒറ്റയ്ക്കായിരുന്നില്ല. അവൻ കുടുംബം മുഴുവൻ ഉണ്ടായിരുന്നു. അവൻ ബന്ധുക്കളും സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. അവൻ എന്തിനാണ്? അവൻ ഹല്ലേലൂയ. അതെ, ദൈവം സംസാരിക്കും എന്ന് അവൻ വിശ്വസിച്ചു. അവൻ ഇന്നത്തെ നമ്മുടെ വീടുകളും ഇങ്ങനെയാകണം. വചനം കേൾക്കാൻ കുടുംബം ഒരുമിച്ച് കൂടുന്ന വീടുകൾ, അവൻ പ്രാർത്ഥന ഉയരുന്ന വീടുകൾ, പരിശുദ്ധാത്മാവിനെ സ്വാഗതം ചെയ്യപ്പെടുന്ന വീടുകൾ. ഹല്ലേലൂയ. അപ്രകാരം ആമേൻ ആഗ്രഹിക്കുന്ന ആരുണ്ട്? ഒരുപക്ഷെ നീ ഇന്ന് ഒറ്റയ്ക്കായിരിക്കാം. ഒരുപക്ഷെ ആമേൻ അതെ നീയും ആമേൻ നിന്റെ പ്രിയപ്പെട്ടവരും ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ നീ നിന്റെ മക്കളും ഉണ്ടായിരിക്കാം. എന്നാൽ നിന്നിൽ നിന്ന് അകന്ന് ആയിരിക്കുന്ന ഏതെങ്കിലും വ്യക്തിയെ ഓർത്ത് ആമേൻ കരയുന്ന വിലപിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് രാത്രി ആമേൻ ഇരു കൂട്ടരെയും ഒരുപോലെ സന്ദർശിക്കുവാൻ ദൈവം മതിയായവനാണ്. ദൈവം ശക്തനാണ്. വിശ്വസിക്കുന്നവർ ഇരു കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ദൈവം ഇന്നും മനുഷ്യരുടെ ഹൃദയത്തിലെ മതിലുകളെ പൊളിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചില അഹങ്കാരത്തിന്റെ മതിലുകൾ പൊളിയുകയാണ്. വിദ്വേഷത്തിന്റെ മതിലുകൾ പൊളിയുകയാണ്. അവിശ്വാസത്തിന്റെ മതിൽ പൊളിയട്ടെ. ക്ഷമിക്കാത്ത മനസ്സിന്റെ മതിൽ ഇന്ന് രാത്രി അവയെല്ലാം യേശുവിന്റെ സന്നിധിയിൽ തകർക്കപ്പെടട്ടെ. നിങ്ങളുടെ ഹൃദയം വിശാലമാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളെ നിറയ്ക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിന് കീഴിൽ നിങ്ങൾ ജീവിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ദൈവം ഒരുക്കുമ്പോൾ ആർക്കും അതിനെ തടയുവാൻ കഴിയുകയില്ല. അവൻ ഒരേ സമയം കൊർന്നല്യോസിനെയും പത്രോസിനെയും ഒരുക്കി. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലും ദൈവം ഇപ്പോൾ കാണാത്ത വഴികളിലൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കും? എത്ര പേർ ആമേൻ പറയും?
ഹല്ലേലൂയ. ഇന്ന് രാത്രി ആരൊക്കെ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ആമേൻ, ആമേൻ. ഇത് കേൾക്കുവാൻ ദൈവം നിങ്ങൾക്ക് അവസരം തരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലും ആമേൻ നിശ്ചയമായും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. ആമേൻ. വിശ്വസിക്കൂ, കാത്തിരിക്കൂ, അനുസരിക്കൂ. ദൈവം തുറക്കുന്ന വാതിൽ ഒരു മനുഷ്യനും അടയ്ക്കുവാൻ കഴിയുകയില്ല. ദൈവവചനം കേൾക്കേണ്ട സമയത്ത് ഫോണും എടുത്ത് ഞോണ്ടിക്കൊണ്ടിരിക്കും. ആമേൻ. ദൈവവചനം കേൾക്കാൻ വേണ്ടി തയ്യാറാകുന്നവരെ പോലും ആമേൻ, ഹല്ലേലൂയ, അവരുടെ സമയത്തെ കവർന്നെടുക്കുന്ന രീതി. ആമേൻ, ഹല്ലേലൂയ. ശ്രദ്ധിക്കണം. വിശ്വസിക്കുന്നവരിലാണ്, കാത്തിരിക്കുന്നവരിലാണ്, അനുസരിക്കുന്നവരിലാണ് ദൈവം വാതിൽ തുറക്കുന്നത്. ഹല്ലേലൂയ. ദൈവം തുറക്കുന്ന വാതിൽ അടയ്ക്കുവാൻ ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ക്രിസ്തു എല്ലാവരുടെയും കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 34 മുതൽ 48 വരെയുള്ള വേദഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് പത്രോസ് അവൻ ഒരു വലിയ സത്യം തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കൊർന്നല്യോസിന്റെ വീട്ടിലെത്തിയപ്പോൾ പത്രോസ് ആദ്യം പറഞ്ഞ വാക്കുകൾ അവൻ സഭയുടെ ചരിത്രം തന്നെ മാറ്റിമറിച്ചു. ഹല്ലേലൂയ. ദൈവം മുഖപക്ഷം കാണിക്കുന്നവനല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം മുഖപക്ഷം കാണുന്നവനല്ല. ഹല്ലേലൂയ. ഈ ഒരു വാക്യം സുവിശേഷത്തിന്റെ വാതിൽ എല്ലാ ജനതകൾക്കും തുറന്നു. ഹല്ലേലൂയ. വായിച്ചാട്ടെ. അപ്പോൾ പത്രോസ് വായ തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ടു നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. അതെ, രക്ഷ ഒരു പ്രത്യേക ജനതയുടെ അവകാശമല്ല, ഒരു കുടുംബത്തിന്റെ അവകാശമല്ല, ഒരു സഭയുടെ മാത്രം അവകാശമല്ല. യേശു ക്രിസ്തുവിലുള്ള രക്ഷ എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്. കുരിശിന്റെ ചുവട്ടിൽ എല്ലാവരും ഒരുപോലെയാണ്. പാപിയും നീതിമാനും, ധനികനും ദരിദ്രനും, വിദ്യാഭ്യാസമുള്ളവനും വിദ്യാഭ്യാസമില്ലാത്തവനും എല്ലാവർക്കും ഒരേ രക്ഷകൻ മാത്രം. ഹല്ലേലൂയ. യേശു ക്രിസ്തു. ആമേൻ. പത്രോസ് ആരെയാണ് ഹല്ലേലൂയ പ്രസംഗിച്ചത്? ആമേൻ. കൊർന്നല്യോസിന്റെ വീട്ടിൽ എത്തിയപ്പോൾ പത്രോസ് തന്റെ അനുഭവങ്ങൾ പറഞ്ഞില്ല. തന്നെ കുറിച്ച് സംസാരിച്ചില്ല. അവൻ പ്രസംഗിച്ചത് യേശു ക്രിസ്തുവിനെയാണ്. ആമേൻ. അവൻ പറഞ്ഞു, യേശു നന്മ ചെയ്തത് കൊണ്ട് ഹല്ലേലൂയ നടന്നു. യേശു നന്മ ചെയ്തുകൊണ്ട് നടന്നു. ഹല്ലേലൂയ. യേശു രോഗികളെ സൗഖ്യമാക്കി. ആമേൻ. യേശു കുരിശിൽ മരിച്ചു. ആമേൻ. ദൈവം അവനെ 3-ാം ദിവസം ഉയർപ്പിച്ചു. ഹല്ലേലൂയ. അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും പാപമോചനം ലഭിക്കും. ഇതാണ് സഭയുടെ യഥാർത്ഥ സന്ദേശം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രവും ആമേൻ, നമ്മുടെ പ്രസംഗത്തിന്റെ കേന്ദ്രവും യേശു ക്രിസ്തുവായിരിക്കണം. ഹല്ലേലൂയ. വചനം സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി. പത്രോസ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥന കഴിഞ്ഞ ശേഷമല്ല, യോഗം അവസാനിച്ച ശേഷമല്ല, വചനം സംസാരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ഇറങ്ങി. ആമേൻ. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? ദൈവവചനം ജീവനുള്ളതാണ്. വചനം പ്രസംഗിക്കുന്നിടത്ത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് വചനം ഒരിക്കലും നിസ്സാരമായി അതേ കേൾക്കരുത്. ഹല്ലേലൂയ. ആമേൻ. ഘോര വചനം പ്രസംഗിക്കുമ്പോഴും അതിനെ നിസ്സാരമായി കാണുന്നവരുണ്ട്. ഹല്ലേലൂയ. ആരാധന സമയത്ത് ആമേൻ, ആരാധന സ്ഥലങ്ങളില് പോയിരുന്നിട്ട് ആമേൻ ഉറങ്ങുന്നവരുണ്ട്,
ആ സമയത്ത് മറ്റു പല പരിപാടികളും നടത്തുന്നവരുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ഹല്ലേലൂയ, വചനം പ്രസംഗിക്കുന്നിടത്ത് ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് വചനം ഒരിക്കലും നിസാരമായി കേൾക്കരുത്. ഇന്ന് രാത്രി ആമേൻ നിങ്ങൾ ഈ വചനം വിശ്വാസത്തോടെ സ്വീകരിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് ആമേൻ നിങ്ങളുടെ ജീവിതത്തിലും പ്രവർത്തിക്കും. ഒരു വീട്ടിൽ ആരംഭിച്ച ഉണർവ് കൊർന്നല്യോസ് ഒറ്റയ്ക്കല്ല രക്ഷിക്കപ്പെട്ടത്. അവന്റെ കുടുംബം, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എല്ലാവരും ദൈവ സാന്നിധ്യം അനുഭവിച്ചു. ആമേൻ. പ്രിയപ്പെട്ടവരെ, ദൈവം ഒരാളെ അനുഗ്രഹിക്കുന്നത് ഒരു കുടുംബത്തെ അനുഗ്രഹിക്കാനാണ്. ഒരു കുടുംബത്തെ അനുഗ്രഹിക്കുന്നത് ഒരു തലമുറയെ അനുഗ്രഹിക്കാനാണ്. ഇന്ന് നിങ്ങളുടെ വീട്ടിലും ഇത് സംഭവിക്കാം. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി മതി, ദൈവം ആ വീട്ടിൽ പ്രവർത്തനം ആരംഭിക്കും. രക്ഷയിലേക്കുള്ള ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹൃദയസ്പർശിയായ ആഹ്വാനം ഇന്ന് രാത്രി ചില കാതുകളിൽ മുഴങ്ങട്ടെ. പ്രിയ സഹോദര, പ്രിയ സഹോദരി, കൊർന്നല്യോസിന്റെ വീട് തുറന്നതുപോലെ ഇന്ന് നിങ്ങളുടെ ഹൃദയവും തുറക്കൂ. യേശു ക്രിസ്തു പുറത്തു നിന്ന് വാതിൽ മുട്ടുകയാണ്. അവനെ അകത്തേക്ക് ക്ഷണിക്കൂ. നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയൂ. അവന്റെ ക്രൂശിനെ വിശ്വസിക്കൂ. അവന്റെ ഉയർപ്പിനെ വിശ്വസിക്കൂ. അവൻ നിങ്ങളുടെ ജീവിതവും പുതിയതാക്കും. ഹല്ലേലൂയ. പുതിയ തലമുറയോടുള്ള ആമേൻ ദൈവത്തിന്റെ ആമേൻ ദൂത. ആമേൻ, ഹല്ലേലൂയ. പ്രിയ യുവജനങ്ങളെ, ഈ കാലഘട്ടത്തിന് ദൈവം അന്വേഷിക്കുന്നത് കൊർന്നല്യോസിനെ പോലെ പ്രാർത്ഥിക്കുന്ന യുവാക്കളെയും പത്രോസിനെ പോലെ അനുസരിക്കുന്ന യുവാക്കളെയുമാണ്. മൊബൈൽ ഫോൺ പിടിക്കുന്ന കൈകൾ വേദപുസ്തകം പിടിക്കട്ടെ. ലോകത്തിന്റെ ശബ്ദം കേൾക്കുന്ന ചെവികൾ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കട്ടെ. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന ഒരു പുതിയ തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. മൊബൈൽ ഫോണിൽ ആമേൻ സമയം ചെലവഴിക്കുന്ന കുഞ്ഞുങ്ങൾ, മൊബൈൽ ഫോണിൽ സമയം ആമേൻ സ്പെൻഡ് ചെയ്യുന്ന തലമുറകൾ, ആമേൻ ബൈബിളിന്റെ മുമ്പിൽ സമയം സ്പെൻഡ് ചെയ്യട്ടെ. മൊബൈലിൽ സമയം ചെലവഴിക്കുന്നവർ ആമേൻ ബൈബിളിന്റെ മുമ്പിൽ സമയം ചെലവഴിക്കട്ടെ. ഇന്ന് രാത്രി ചില തിരിവുകൾ സംഭവിക്കുന്നു. വിശ്വസിക്കുന്നവർ എന്നോട് ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ഒരു പുതിയ തലമുറയെ, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന ഒരു പുതിയ തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഈ രാത്രി ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുന്നു, നിങ്ങളുടെ വീടുകളിൽ രക്ഷയുടെ വാതിൽ തുറക്കപ്പെടും. ഹല്ലേലൂയ. വർഷങ്ങളായി യേശുവിൽ നിന്ന് അകന്നു പോയവർ മടങ്ങി വരും. പ്രാർത്ഥന മുടങ്ങിയ വീടുകളിൽ വീണ്ടും പ്രാർത്ഥന ഉയരും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കുടുംബങ്ങളെ സന്ദർശിക്കും. അതേ രോഗികളെ കർത്താവ് സ്പർശിക്കും. നിരാശരായവർക്ക് പുതിയ പ്രത്യാശ ലഭിക്കും. അടഞ്ഞുവെന്ന് കരുതിയ വാതിലുകൾ ദൈവം തുറക്കും. ആമേൻ. സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുന്ന പുതിയ തലമുറ കേരളത്തിൽ ഉയർന്നു വരും. നിങ്ങളുടെ ജീവിതം ഇനി വെറുതെയാകയില്ല. ദൈവത്തിന്റെ മഹത്വത്തിനായി അത് ഉപയോഗിക്കപ്പെടും. ഹല്ലേലൂയ. ഇന്ന് ചില കുടുംബങ്ങളിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടും. ചിലരുടെ പ്രാർത്ഥനകൾക്ക് ആമേൻ ഉത്തരത്തിന്റെ തുടക്കമുണ്ടാകും. ചില യുവജനങ്ങൾ ദൈവവിളി സ്വീകരിക്കും. ചില ഹൃദയങ്ങൾ യേശു ക്രിസ്തുവിനെ കർത്താവായും രക്ഷകനായും സ്വീകരിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളെ നിറച്ച് ക്രിസ്തുവിന്റെ സാക്ഷികളാക്കും. ദൈവം മുഖപക്ഷം കാണുന്നവനല്ല. ക്രിസ്തു എല്ലാവരുടെയും കർത്താവാണ്. പരിശുദ്ധാത്മാവ് ഇന്നും പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ രാത്രിയിൽ അങ്ങയുടെ പരിശുദ്ധ സന്നിധിയിൽ ഞങ്ങളെ താഴ്മയോടെ ആമേൻ സമർപ്പിക്കുന്നു. ഇന്ന് രാത്രി അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. കൊർന്നല്യോസിന്റെ വീട്ടിലേക്ക് അങ്ങ് സ്വർഗത്തിന്റെ വാതിൽ തുറന്നതുപോലെ ഈ ലൈവിൽ പങ്കെടുത്ത ഓരോ കുടുംബത്തിനും മേൽ അങ്ങയുടെ കൃപയുടെ വാതിലുകൾ തുറക്കണമേ. കർത്താവായ യേശുവേ, ഇപ്പോൾ അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഓരോ ഹൃദയത്തെയും സ്പർശിക്കട്ടെ.
വർഷങ്ങളായി അങ്ങയിൽ നിന്ന് അകന്നു പോയവർ മടങ്ങി വരട്ടെ. കഠിനമായ ഹൃദയങ്ങൾ ഉരുകട്ടെ. പാപഭാരം ചുമന്നവർ കുരിശിങ്കൽ വിടുതൽ കണ്ടെത്തട്ടെ. ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഖ്യാപിക്കുന്നു, ഈ രാത്രി ചില വീടുകളിൽ പുതിയ ആത്മീയ ഉണർവ് ആരംഭിക്കുന്നു. ആമേൻ. കെട്ടുപോയ പ്രാർത്ഥനയുടെ അഗ്നി വീണ്ടും ജ്വലിക്കുന്നു. ആമേൻ. തുറക്കപ്പെടാതെ കിടന്ന ആത്മീയ വാതിലുകൾ തുറക്കപ്പെടുന്നു. ആമേൻ. കരഞ്ഞുകൊണ്ട് വിധിച്ചവർ സന്തോഷം കൊയ്യുന്ന ദിവസങ്ങൾ അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, രോഗത്താൽ വേദനിക്കുന്നവരുടെ അങ്ങയുടെ സൗഖ്യത്തിന്റെ ഹസ്തം നീട്ടണമേ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അത്ഭുത സൗഖ്യം കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഹോസ്പിറ്റലിൽ ആയിരിക്കുന്ന ആമേൻ ആ മകന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം വ്യാപരിക്കട്ടെ. ഭയത്താൽ ബന്ധിക്കപ്പെട്ടവർ അങ്ങയുടെ സമാധാനം അനുഭവിക്കട്ടെ. നിരാശയുടെ ഇരുട്ടിൽ കഴിയുന്നവർക്ക് ക്രിസ്തുവിന്റെ വെളിച്ചം ഉദിക്കട്ടെ. സാമ്പത്തിക പ്രയാസങ്ങളിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് അങ്ങ് വഴി തുറക്കണമേ. തകർന്ന ദാമ്പത്തിക ബന്ധങ്ങളിൽ സ്നേഹവും ഐക്യവും പുനഃസ്ഥാപിക്കണമേ. വഴിതെറ്റിയ മക്കളെ അങ്ങയുടെ അടുക്കലേക്ക് തിരിച്ചു കൊണ്ടുവരണമേ. പരിശുദ്ധാത്മാവേ, ഈ തലമുറയിൽ സുവിശേഷത്തിനായി ജ്വലിക്കുന്ന യുവജനങ്ങളെ എഴുന്നേൽപ്പിക്കണമേ. വിശുദ്ധിയിൽ നടക്കുന്ന യുവാക്കളെയും യുവതികളെയും ഒരുക്കണമേ. ക്രിസ്തുവിനെ ലജ്ജിക്കാതെ ലോകത്തോട് പ്രഖ്യാപിക്കുന്ന ഒരു തലമുറയെ അങ്ങ് ഉയർത്തണമേ. ഈ രാത്രി ഈ ലൈവ് കാണുന്നവരിൽ ആരെങ്കിലും ഇതുവരെ യേശുവിനെ വ്യക്തിപരമായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ അവരുടെ ഹൃദയത്തിന്റെ വാതിൽ തുറക്കപ്പെടട്ടെ. മാനസാന്തരത്തിന്റെ കണ്ണുനീർ ഒഴുകട്ടെ. രക്ഷയുടെ സന്തോഷം അവരുടെ ഉള്ളിൽ നിറയട്ടെ. കർത്താവേ, ഞങ്ങളുടെ വീടുകളിൽ കൊർന്നല്യോസിന്റെ വീട് പോലെ പ്രാർത്ഥനയുടെ വീടുകളാകട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങൾ അങ്ങയുടെ സമാധാനത്തിന്റെ ഭവനങ്ങളാകട്ടെ. ഞങ്ങളുടെ ജീവിതം ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ജീവനുള്ള സാക്ഷ്യങ്ങളാകട്ടെ. ഈ രാത്രി ഞാൻ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുന്നു, അനുഗ്രഹത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നു. പരിശുദ്ധാത്മാവിന്റെ പുതിയ അഭിഷേകം ഇറങ്ങി വരുന്നു. ഓ, രക്ഷയുടെ സന്തോഷം കുടുംബങ്ങളിലേക്ക് കടന്നു വരുന്നു. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ വീടുകളെ നിറയ്ക്കുന്നു. ഹല്ലേലൂയ. വിശ്വസിച്ച് അവൻ അത് പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇരു കരങ്ങളും അടിച്ച് അല്പസമയം നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഓ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ആ മാളിക മുറിയിൽ ഒരു മനപ്പെട്ട് പ്രാർത്ഥിച്ചവരുടെ മേൽ ഇറങ്ങി വന്നതുപോലെ പതിഞ്ഞതുപോലെ ഇന്ന് രാത്രി അവൻ പ്രാർത്ഥിക്കുന്ന ചില ജീവിതങ്ങളുടെ മേൽ ആത്മാവിന്റെ പകർച്ച സംഭവിക്കുക. യേശുവിന്റെ നാമത്തിൽ ആ നഷ്ടപ്പെട്ടു പോയ രക്ഷയുടെ സന്തോഷം തിരികെ പ്രാപിക്കുവാൻ ജീവിതത്തെ ക്രമീകരിക്കുന്ന ചില ജീവിതങ്ങളുടെ മേൽ ആമേൻ കുടുംബങ്ങളുടെ മേൽ ആ രക്ഷയുടെ സന്തോഷം കടന്നു വരുന്നു. ഈ ലോകം നൽകാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് പറഞ്ഞ ആ ക്രിസ്തുവിന്റെ സമാധാനം ചില വീടുകളിൽ നിറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മഹത്വവും ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശു കർത്താവിന് മാത്രം. യേശു ക്രിസ്തുവിന്റെ അതിവിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഒരിക്കൽ കൂടെ എല്ലാവർക്കും ക്രിസ്തുവിലുള്ള നന്ദി അറിയിക്കുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി, മാറാനാഥ. എബനേസറായി കർത്താവ് കൂടെ ഇരിക്കും. ആമേൻ. ഞാൻ ഓർപ്പിച്ചല്ലോ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ആമേൻ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ പുറകിൽ ആമേൻ എന്നെ ഈ ഭൂമിയിൽ ജനിപ്പിക്കുവാൻ കാരണമായ ദൈവം ഉപയോഗിച്ച രണ്ട് വ്യക്തിത്വങ്ങളുണ്ട്. അതെൻ്റെ ആമേൻ പിതാവും മാതാവുമാണ്. ആമേൻ. അവര് ഒന്നായ ദിവസം ആമേൻ ഇന്നായിരുന്നു. ഹല്ലേലൂയ. ഇന്ന്
ആമേൻ ജീവനോടെ ഇരുന്ന് തലമുറകളെ ആമേൻ കൊച്ചുമക്കളെ പേരുമക്കളെ കണ്ട് ആമേൻ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ആയുസ്സും ആരോഗ്യവും ബലവും കൊടുത്ത കർത്താവിന് ഒരിക്കൽ കൂടെ സകല മഹത്വവും മാനവും പുകഴ്ച അർപ്പിക്കുന്നു. വീണ്ടും ആയുസ്സും ആരോഗ്യവും ബലവും കർത്താവ് അവർക്ക് കൊടുക്കട്ടെ. പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കണമേ. അമേൻ. ഹല്ലേലൂയ. എൻ്റെ സഹോദരിയുടെ മകൻ അമേൻ ഫെലിക്സ് അമേൻ പെട്ടെന്ന് അമേൻ ശാരീരികമായ അസ്വസ്ഥതയെ പനി ബാധിച്ച് അമേൻ ഹോസ്പിറ്റലിൽ അമേൻ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോയിരിക്കുന്നു. അമേൻ ആ ട്രിപ്പ് ഇട്ടിരിക്കുന്നു എന്ന് കേൾപ്പാൻ ഇടയായി. അമേൻ ഇന്ന് രാത്രി ആ മകനെ ഓർത്ത് പ്രാർത്ഥിക്കുക. അമേൻ ഈ ലോക വൈദ്യന്മാരിൽ ആശ്രയിക്കുന്നുവെങ്കിലും അമേൻ ദൈവമാണ് സൗഖ്യം നൽകുന്നത്. ഹല്ലേലൂയ. ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാരെ നേഴ്സുമാരെ അമേൻ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അമേൻ റിക്കവറായി കർത്താവിന് മഹത്വപ്പെടുത്തുവാൻ ആ മകന് കർത്താവ് ബലം കൊടുക്കട്ടെ. അവൻ്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. അവൻ്റെ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. അമേൻ. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ നാളെ രാവിലെ 6:30 അമേൻ സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ ബ്ലെസ്സിംഗ് ടുഡേ മോർണിംഗ് പ്രോഗ്രാമിൽ നമുക്ക് ഒരുമിച്ച് ആമേൻ കർത്താവിനെ മഹത്വപ്പെടുത്താം. അതുവരെ ദൈവമായ കർത്താവ് എല്ലാവരെയും ആമേൻ സൂക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. സീ യു again. Amen. 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 Hallelujah. Thank you, Jesus. കർത്താവേ എൻ വീടിനെ സന്ദർശിക്കണേ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണേ. പ്രാർത്ഥനയുടെ അഗ്നി ജ്വലിപ്പിക്കണേ. കൃപയാൽ എന്നെ നടത്തണേ. കൊർന്നേല്യോസിൻ ഭവനത്തിൽ ഇറങ്ങി വന്ന ദൈവമേ, എൻ കുടുംബത്തിന്മേലും നിന്നനുഗ്രഹം ചൊരിയണമേ. അടഞ്ഞ വാതിൽ തുറക്കണമേ. കണ്ണുനീർ സന്തോഷമാക്കണമേ. യേശുവേ നീയേ എൻ പ്രത്യാശ, നീയേ എൻ നിത്യജീവൻ.